ഹായ് മക്കളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലെ EVS യൂണിറ്റ് 1 ജീവികളും ചുറ്റുപാടും. മക്കളെ, ഫസ്റ്റ് പേജിലൊരു ചിത്രം നൽകിയിട്ടുള്ളത് അല്ലേ? ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണാൻ കഴിയുന്നത്? കുട്ടികൾ, കുളത്തിലും കരയിലുമായിട്ട് ഒരുപാട് ജീവികൾ. ചിത്രത്തിലുള്ള ജീവികളെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ഒച്ച്, ഞണ്ട്, വാഴ. മറ്റെന്തൊക്കെയാണ്? പക്ഷികളുണ്ടല്ലേ? തത്ത, വെട്ടുകിളി, അണ്ണാൻ, മീൻ, തവള, കൊക്ക്, ആമ, ഒച്ച്, ഉറുമ്പ്, ചിത്രശലഭം, ചിലന്തി, വണ്ട്. കുറച്ച് കുട്ടികളുണ്ടല്ലേ? ചിത്രത്തിലേതുപോലെയാണോ നിങ്ങൾ ജീവിക്കുന്ന പരിസരം? എന്തെല്ലാം സാമ്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്? അതെ, ചിത്രത്തിലേതുപോലെയാണല്ലേ നാം ജീവിക്കുന്ന പരിസരം. സാമ്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ടിടങ്ങളിലും മരങ്ങളും സസ്യങ്ങളുമുണ്ട്. രണ്ടിടങ്ങളിലും പക്ഷികളും പ്രാണികളുമുണ്ട്. രണ്ടിടങ്ങളിലും നിരവധി ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളാണ്. വ്യത്യാസങ്ങളോ? ചിത്രത്തിൽ ആമ്പലുകൾ, മത്സ്യങ്ങൾ, തവളകൾ, ആമകൾ എന്നിവയുടെ ഒരു കുളം കാണാം. ഇവയെല്ലാം എൻ്റെ പരിസരത്ത് ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ പരിസരത്ത് കാണുന്ന ജീവികൾ ഏതൊക്കെയാണ്? പക്ഷികൾ, അണ്ണാൻ, മീൻ, തവള, ഉറുമ്പ്, ചിത്രശലഭം, ചിലന്തി, വണ്ട്, നായ, പശു, പൂച്ച, തേനീച്ച, പുൽച്ചാടി, പുഴു, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. ഇനി നമുക്ക് കരയിൽ മാത്രം കാണുന്ന ജീവികളെയും വെള്ളത്തിൽ മാത്രം കാണുന്ന ജീവികളെയും പട്ടികപ്പെടുത്താം. കരയിൽ മാത്രം കാണുന്നവ അണ്ണാൻ, ഓന്ത്, വായ, തത്ത, മരം. വെള്ളത്തിൽ മാത്രം കാണുന്നവ മത്സ്യം, ആമ്പൽ, ചെമ്മീൻ, ഹൈഡ്രഡില്ല, ആൽക്കകൾ. മീനുകൾക്ക് കരയിൽ ജീവിക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അവ ശ്വസിക്കുന്നത് ഗിൽസ് വഴിയാണ്. ഗിൽസ് വെള്ളത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുന്നു. അതായത് വെള്ളത്തിന് പുറത്തായാൽ ഗിൽസുകൾ ഉണങ്ങിപ്പോവും. അപ്പോൾ അവയ്ക്ക് വായുവിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയില്ല. മീനുകൾക്ക് ശ്വസിക്കാൻ കഴിയാതെ മീനുകൾ ചത്തുപോകും. ചില്ലുപാത്രത്തിൽ വളർത്തുന്ന മത്സ്യത്തെ നിരീക്ഷിച്ചാലോ? മത്സ്യത്തിൻ്റെ ഏതെല്ലാം ശരീരഭാഗങ്ങളാണ് തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ഗിൽസുകൾ, ചിറകുകൾ. മത്സ്യങ്ങൾ വായും ചെകിളമുടിയും ഇടയ്ക്കിടെ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് നിരീക്ഷിച്ചുവല്ലോ. എന്തിനാണ് മത്സ്യം ഇങ്ങനെ ചെയ്യുന്നത്? മത്സ്യങ്ങൾ ശ്വസിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മത്സ്യത്തിന് ശ്വസിക്കാൻ ശകുലങ്ങൾ സഹായമാകുന്നത് എങ്ങനെ? കരയിലെ ജീവികൾ അന്തരീക്ഷ വായുവിലെ ഓക്സിജനാണ് ശ്വസിക്കുന്നത്. എന്നാൽ മത്സ്യങ്ങൾ വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത്. ഇതിന് സഹായിക്കുന്ന ശരീരഭാഗമാണ് ശകുലങ്ങൾ അഥവാ ചെകിളപ്പൂക്കൾ. മത്സ്യങ്ങൾ ശ്വസിക്കുമ്പോൾ വായുവിലൂടെ ജലം ഉള്ളിലേക്ക് എടുക്കുകയും അത് ശകുലങ്ങൾക്കിടയിലൂടെ ചെകിളമുടി വഴി പുറത്തു വിടുകയും ചെയ്യുന്നു. ജലം ശകുലങ്ങൾക്കിടയിലൂടെ ഒഴുകുമ്പോൾ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജൻ ശകുലങ്ങൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മത്സ്യങ്ങൾ വായും ചെകിളമുടിയും തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് ശ്വസിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് പറയാം, മത്സ്യത്തിൻ്റെ ശ്വസനാവയവങ്ങളാണ് ശകുലങ്ങൾ. ശകുലങ്ങൾ ചെകിളമുടി കൊണ്ട് മൂടപ്പെട്ടു കിടക്കുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന വായുവാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. ജലത്തിലെ വായു വലിച്ചെടുക്കുവാൻ ശകുലങ്ങൾ സഹായിക്കുന്നു. മത്സ്യത്തിന് ജലത്തിലൂടെയുള്ള സുഗമമായ സഞ്ചാരത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? തോണിയുടേതുപോലുള്ള രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, ചിറകുകൾ, വാൽച്ചിറക്, വഴുവഴുപ്പുള്ള ശൽക്കങ്ങൾ. ഇവയെല്ലാം ജലത്തിലൂടെയുള്ള സുഗമമായ സഞ്ചാരത്തിന് മത്സ്യത്തെ സഹായിക്കുന്നു. ഒരു മത്സ്യത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ഇത് വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. മക്കളെ, വൃത്തിയിൽ മത്സ്യത്തിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ എഴുതണം കേട്ടോ. ഇനി താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. മത്സ്യങ്ങൾക്ക് ചിറകുകൾ കൊണ്ടുള്ള ഉപയോഗം എന്ത്? ചിറകുകൾ മീനുകളെ നീന്താനും ദിശ മാറ്റാനും വെള്ളത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്താനും സഹായിക്കുന്നു. 2. മുന്നറ്റം കൂർത്തിരിക്കുന്ന ആകൃതി കൊണ്ട് മത്സ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതെ, മീനിൻ്റെ കൂർത്ത മുൻഭാഗം വെള്ളം എളുപ്പത്തിൽ കീറി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. ഇത് വെള്ളത്തിൻ്റെ പ്രതിരോധം കുറയ്ക്കുന്നു. ബാഹ്യകർണം, അതായത് ചെവിക്കുട, കഴുത്ത് എന്നിവ ഇല്ലാത്തത് കൊണ്ട് മത്സ്യങ്ങളുടെ അവയുടെ സഞ്ചാരത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത്? ബാഹ്യ ചെവികളും വ്യക്തമായ കഴുത്തുമില്ലാത്തതിനാൽ മീനിന് സ്ട്രീംലൈൻഡ് ശരീരഘടന ലഭിക്കുന്നു. വെള്ളത്തിൻ്റെ പ്രതിരോധം കുറച്ച് സുഗമമായ സഞ്ചാരത്തിന് സാധ്യമാകുന്നു. മത്സ്യ ശരീരത്തിലെ വഴുവഴുപ്പ് അവയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് എങ്ങനെ? അവയുടെ എളുപ്പത്തിലുള്ള സഞ്ചാരത്തെ സഹായിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യന്, മത്സ്യങ്ങളുടെ ശൽക്കങ്ങളുടെ ക്രമീകരണം സഞ്ചാരത്തെ സഹായിക്കുന്നത് എങ്ങനെ?
മുകളിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങളുടെ ആൻസർ ഇതായി കോളത്തിൽ നൽകിയിട്ടുണ്ട്. ചിറകുകളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ വെള്ളത്തിൽ സഞ്ചരിക്കുന്നത്. വാൽച്ചിറകുകൾ സഞ്ചാരത്തിൻ്റെ ദിശ മാറ്റുവാൻ സഹായിക്കുന്നു. മുൻഭാഗം കൂർത്ത ശരീരാകൃതി, ശരീരത്തിലെ വഴുവഴുപ്പ് എന്നിവ എളുപ്പത്തിൽ സഞ്ചാരത്തെ സഹായിക്കുന്നു. ബാഹ്യകർണങ്ങളില്ലാത്തതും കഴുത്തില്ലാത്തതും തടസ്സം കൂടാതെയുള്ള സഞ്ചാരം സാധ്യമാക്കുന്നു. ശൽക്കങ്ങൾ മുന്നിൽ നിന്നും പിന്നോട്ട് നിരനിരയായി ക്രമീകരിച്ചിരിക്കുന്നതിനാൽ മത്സ്യങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവ ശരീരത്തോട് ചേർന്ന് നിൽക്കുകയും തടസ്സമില്ലാതെ സഞ്ചാരത്തെ സഹായിക്കുകയും ചെയ്യുന്നു. തവളയും ആമ്പലും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ. ആമ്പൽ പറയാണ്, തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞാൻ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്നത് മൂലം വെള്ളത്തിലൂടെ നീന്താൻ എനിക്ക് കഴിയും. ഇവർക്ക് ചുറ്റുപാട് ജീവിക്കാൻ സഹായകമായിട്ടുള്ള പ്രത്യേകതകളെയാണ് അവർ പറയുന്നത്. ഇനി മറ്റെന്തെല്ലാം പ്രത്യേകതകളുണ്ട്? ആമ്പൽ മെഴുകുപോലുള്ള ആവരണം. ഇലകളിലും തണ്ടുകളിലും മെഴുകുപോലുള്ള ആവരണം ഉള്ളതിനാൽ വെള്ളം ഒട്ടിപ്പിടിക്കില്ല. 2. വീതിയേറിയ ഒഴുകി നിൽക്കുന്ന ഇലകൾ. വീതിയേറിയ ഇലകൾ വെള്ളത്തിൽ ഒഴുകി നിൽക്കാൻ സഹായിക്കുന്നു. വായു നിറഞ്ഞ തണ്ടുകൾ. തണ്ടിനുള്ളിൽ വായു നിറഞ്ഞതിനാൽ ഇലകളും പൂവും വെള്ളത്തിന് മുകളിൽ തങ്ങി നിൽക്കുന്നു. നീളമുള്ള വളയുന്ന തണ്ട്. വളയുന്ന തണ്ട് വെള്ളത്തിൻ്റെ ആയമനുസരിച്ച് ഇലകളെയും പൂവിനെയും മുകളിലേക്ക് എത്തിക്കുന്നു. ഇനി തവളയുടെ പ്രത്യേകതകൾ നോക്കാം. 1. വെള്ളത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്ന ചർമ്മം. തവളയുടെ ചർമ്മം ഈറനായിരിക്കുന്നതിനാൽ വെള്ളത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്നു. മക്കൾക്ക് തവളൻ്റെ പ്രത്യേകതകൾ അറിയാലോ അല്ലേ? തവള ഒരു ഉഭയജീവിയാണ്. ഉഭയജീവി എന്നാൽ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് തവള. കരയിലായിരിക്കുമ്പോൾ നാസാന്ദ്രിയങ്ങൾ കൊണ്ടാണ് അവ ശ്വസിക്കുന്നത്. വെള്ളത്തിലായിരിക്കുമ്പോൾ ത്വക്ക് കൊണ്ട്. ഏറ്റവും വലിയ തവള ഗോലിയാത്ത് തവളയാണ്. പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട GK ക്വസ്റ്റ്യൻസ് നമ്മുടെ LSS ക്ലാസ്സിൽ നൽകുക. നമുക്ക് ഓണം വെക്കേഷൻ ശേഷം LSS ക്ലാസ്സുകൾ തുടങ്ങും. LSS ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. 4ാം ക്ലാസ്സിൻ്റെ ഫുൾ സബ്ജക്റ്റും ക്ലാസ് എടുത്ത് വിട്ടിട്ടുണ്ട്. EVS ഈ വർഷം മാറിയത് കൊണ്ടാണ് വീണ്ടും ക്ലാസ് എടുത്ത് വിടുന്നത് കേട്ടോ. അതുപോലെ എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ. 2ാമത്തെ പ്രത്യേകത, ചാടാൻ സഹായിക്കുന്ന ശക്തമായ പിൻകാലുകൾ. 3. നീന്താൻ സഹായിക്കുന്ന ജാലിക പോലുള്ള പാദങ്ങൾ. അതായത് ചർമ്മബന്ധിതമായ പാദങ്ങളാണ് അവയ്ക്കുള്ളത്. തലയുടെ മുകളിലുള്ള കണ്ണുകളും മൂക്കുതുളകളും. ഇവിടെ 2 സസ്യങ്ങളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സസ്യം ആമ്പലാണ്. ആമ്പൽ ഒരു ജലസസ്യമാണ്. അതിന് വെള്ളത്തിൽ ജീവിക്കാൻ സഹായകമായിട്ടുള്ള പ്രത്യേകതകളാണ്. സസ്യങ്ങൾ കാണപ്പെടുന്നത് മരുഭൂമിയിലാണ്. ഇനി ഇവയുടെ തണ്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കട്ടിയുള്ളതും മാംസളവും പച്ച നിറമുള്ളതുമായ തണ്ടുകൾ ദീർഘകാലത്തേക്ക് വെള്ളം സംഭരിക്കുന്നു. പച്ച നിറമുള്ള തണ്ടുകൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യത്തിന് ആഹാരം നിർമ്മിക്കുന്നു. 3. മെഴുകു പോലുള്ള ആവരണം തണ്ടിനെ പൊതിഞ്ഞിരിക്കുന്നു. ഇത് ജലനഷ്ടം കുറയ്ക്കുന്നു. കല്ലിമുൾച്ചെടിയുടെ ഇലകൾ മുള്ളുകളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇത് ജലനഷ്ടം കുറയ്ക്കുകയും സസ്യത്തെ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ചിത്രത്തിൽ കാണുന്ന ഈ ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ നോക്കൂ. എന്തൊക്കെയാണ്? ഈ ജീവികൾ വേഷപ്പകർച്ച ഉപയോഗിച്ച് ചുറ്റുപാടുമായി ഇഴുകിച്ചേരുന്നു. ഇത് അവയെ ശത്രുക്കളിൽ നിന്ന് ഒളിക്കാൻ സഹായിക്കുന്നു. ഇര പിടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള മറ്റു ജീവികളാണ് ഓന്ത്, ഇലവാൽപ്പല്ലി, കടുവ, ധ്രുവക്കരടി, മൂങ്ങ, കുരുമുളക് നിശാശലഭം, കല്ലുമീൻ, നടക്കുന്ന ഇലക്കീടം. ഇങ്ങനെ ഓരോ ജീവികൾക്കും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ഇര പിടിക്കാനും സഞ്ചാരത്തിനും ശ്വസനത്തിനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുമുള്ള ശാരീരിക സവിശേഷതകളുണ്ട്. ഇങ്ങനെയുള്ള സവിശേഷതകൾക്ക് പറയുന്ന പേരാണ് അനുകൂലനം. അപ്പോൾ എന്താണ് അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്താണ്? ജീവികൾക്ക് അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഇത്തരം ശാരീരിക സവിശേഷതകളാണ് അനുകൂലനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ജീവികളുടെ സവിശേഷതകൾ നൽകിയിട്ടുണ്ട്. മക്കളതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. പാർട്ട് 2 അടുത്ത ക്ലാസ്സിൽ കാണാം. മക്കളെ, മലയാളത്തിൽ കത്ത്, ഡയറി, രചനാ പരിചയക്കുറിപ്പ് അതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.